VHSC വിദ്യാലയ എന്ന ഓൺലൈൻ പാഠ്യപദ്ധതിയിലെ 1ാം വർഷ NSQF ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജിയിലെ ഈ ഒരു സെഷനിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിമി സേവ്യർ, GVHSS ഗേൾസ് ഇരിങ്ങാലക്കുട OFT അധ്യാപികയാണ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് ഈ സെഷനിന്റെ ആദ്യ ഭാഗത്ത് നാം പഠിക്കാൻ പോകുന്നത്. സ്ട്രക്ചർ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബറിൽ നിങ്ങൾക്കെല്ലാം പരിചിതമായ ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് പ്രസിദ്ധീകരിച്ച മറ്റ് സെഷനുകളിലും നിങ്ങളുടെ എക്സ്പേർട്ട് ക്ലാസ്സുകളിലുമെല്ലാം ഈ ഡയഗ്രാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു സിംഗിൾ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻറ്റ് പാർട്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന്, മോസ്റ്റ് ഇന്നർമോസ്റ്റ് പോർഷൻ കോൾഡ് കോർ. 2, കോറിനെ സറൗണ്ട് ചെയ്ത് ക്ലാഡിംഗ്. 3, ദർ ഇസ് എ പ്ലാസ്റ്റിക് കോട്ടിംഗ് അറൗണ്ട് ദ ക്ലാഡിംഗ്. 4, ദർ ആർ സം സ്ട്രെങ്തനിങ് ഫൈബേഴ്സ് അറൗണ്ട് കോട്ടിംഗ്. 5, ഔട്ടർ ജാക്കറ്റ്. ഈ 5 ഭാഗങ്ങൾ ചേരുമ്പോൾ ഒരു സിംഗിൾ സ്ട്രാൻഡഡ് ഒപ്റ്റിക്കൽ ഫൈബർ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി. ഇത്തരത്തിലുള്ള അനേകം ഫൈബറുകളെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഫൈബർ ഒപ്റ്റിക് കേബിൾ. ഓരോ കേബിളിലും വ്യത്യസ്ത ഫൈബർ കൗണ്ടുകളായിരിക്കും. 4 ഫൈബർ കേബിൾ, 6 ഫൈബർ കേബിൾ, 12 ഫൈബർ, 24 ഫൈബർ, 48 ഫൈബർ, 96 ഫൈബർ, അങ്ങനെ പോകുന്നു ഫൈബർ കൗണ്ട്. നമ്മൾ പഠിച്ച കളർ കോഡിംഗ് ഉപയോഗിച്ച് കേബിളിലെ ഡിഫറെൻറ്റ് ഫൈബേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് അത് സഹായിക്കും. സോ എ ഫൈബർ ഒപ്റ്റിക് കേബിൾ മേ ഹാവ് ദ ഫൈബർ കൗണ്ട് ഫ്രം 1. സോ 1 മീൻസ് സിംഗിൾ ഫൈബർ കേബിൾ ടു അബൌട്ട് 1000 ഫൈബേഴ്സ്. 1 മുതൽ 1000 ഫൈബറുകൾ വരെ ഉൾക്കൊള്ളുന്ന സ്ട്രക്ചറുകളാണ് ഫൈബർ കേബിളുകൾ. ഇതൊരു സിംഗിൾ ഫൈബർ കേബിളാണ്. ഇവിടെ കോർ ആൻഡ് ക്ലാഡിംഗ് ആർ മെയ്ഡ് ഓഫ് സെയിം മെറ്റീരിയൽ. ഐദർ ഇറ്റ് ഈസ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക്. ഒരേ മെറ്റീരിയൽ തന്നെയാണ് കോറിനും ക്ലാഡിങ്ങിനും, പക്ഷേ ഡെൻസിറ്റി വ്യത്യാസമുണ്ടായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ കോർ ഈസ് ഹയർ ദാൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ്. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ പറഞ്ഞാൽ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.447, ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.444. അപ്പോൾ ഒരു ബെയർ ഫൈബറിലെ കോറും ക്ലാഡിങ്ങും സെപ്പറേറ്റ് ചെയ്ത് കാണുക പ്രയാസമാണ്. ഈ ബെയർ ഫൈബറിന് ചുറ്റും വരുന്നതാണ് കോട്ടിംഗ്. പ്ലാസ്റ്റിക് കോട്ടിംഗ്, ബഫർ കോട്ടിംഗ് എന്നൊക്കെ പറയാറുണ്ട്. കോട്ടിംഗ് കവർ റിമൂവ് ചെയ്താണ് നാം 2 ബെയർ ഫൈബറുകളെ തമ്മിൽ സ്പ്ലൈസ് ചെയ്ത് ജോയിൻ ചെയ്യുന്നത്. കോട്ടിംഗ് ലെയറിനാണ് ഫൈബറിൻ്റെ കളർ കോഡിംഗ് ആപ്ലിക്കബിൾ ആകുന്നത്. ബ്ലൂ, ഓറഞ്ച്, ഗ്രീൻ, ബ്രൗൺ, ഗ്രേ, വൈറ്റ് തുടങ്ങിയ കളറുകൾ പ്ലാസ്റ്റിക് കോട്ടിംഗ് ലെയറിനാണ് കൊടുക്കുന്നത്. ബെയർ ഫൈബർ ഒരു ഒപ്റ്റിക്കലി ട്രാൻസ്പെറൻറ്റ് മീഡിയം ആയിരിക്കും. ഇനി കോട്ടിങ്ങിന് ചുറ്റും കാണുന്ന നാര് പോലുള്ള സ്ട്രക്ചർ, ഇതാണ് സ്ട്രെങ്തനിങ് ഫൈബേഴ്സ്. കെവ്ലാർ ഫൈബർ, അറമിഡ് യാണൊക്കെ സ്ട്രെങ്തനിങ് ഫൈബേഴ്സായി ഉപയോഗിക്കുന്നു. ഫൈബറിന് ഫ്ലെക്സിബിലിറ്റി നൽകാനും സ്ട്രെങ്ത് നൽകാനും ഇത് സഹായിക്കും. ഫൈനലി, ഔട്ടർ ജാക്കറ്റ്, വിച്ച് ഈസ് മെയിൻലി PVC മെറ്റീരിയൽ, polyvinyl chloride, which protect the cable from the harsh outside environment. മൾട്ടിപ്പിൾ ഫൈബർ കേബിൾ. ഒരു 24 ഫൈബർ കേബിൾ ആണെങ്കിൽ 4 ഫൈബർ വീതം 6 ബഫർ ട്യൂബുകൾക്കുള്ളിൽ അറേഞ്ച് ചെയ്ത് കാണാറുണ്ട്. സോ 4 × 6 24. 4 ഫൈബറുകൾ വീതം 6 ബഫർ ട്യൂബുകൾക്കുള്ളിൽ അറേഞ്ച് ചെയ്യുന്നു.
ചിത്രത്തിൽ കളേർഡായി കാണുന്ന ബഫർ ട്യൂബുകൾക്കുള്ളിലാണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാട്ടർ ബ്ലോക്കിംഗ് ബൈൻഡേഴ്സ് ഉണ്ട് ടു പ്രിവെൻറ്റ് വാട്ടർ ആൻഡ് മോയ്സ്ചർ കണ്ടൻറ്റ് ഫ്രം എൻറ്ററിങ് ദ കേബിൾ. ഇതൊരു ടേപ്പ് പോലെ ചുറ്റി വെച്ചിരിക്കും. പിന്നെ സ്ട്രെങ്തനിങ് ഫൈബേഴ്സ് ഓർ അറമിഡിയാൻ, റിപ്പ് കോഡ്. ഇത് ഔട്ടർ ജാക്കറ്റ് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് റിപ്പ് കോഡ്. ഒരു ചെറിയ സ്ലിറ്റ് പോലുണ്ടാക്കി റിപ്പ് കോഡ് അതിലൂടെ താഴേക്ക് ശക്തിയായി വലിച്ചാൽ ജാക്കറ്റ് രണ്ടായി പിളർന്നു വരും. ഇനി ഔട്ടർ ജാക്കറ്റ് നല്ലൊരു ഔട്ടർ കവറിംഗ് പ്രൊട്ടക്ഷനാണ്. മാനുഫാക്ചർ നൽകുന്ന കേബിൾ സ്പെസിഫിക്കേഷൻ, ലെങ്ത്, ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ്, ടൈപ്പ് ഓഫ് ഫൈബർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ജാക്കറ്റിൽ പുറത്ത് എഴുതി വച്ചിട്ടുണ്ടാവും. ബഫർ ട്യൂബുകൾക്ക് നടുവിലായി ഉള്ള സ്ട്രക്ചറാണ് സെൻട്രൽ സ്ട്രെങ്ത് മെമ്പർ. ഇത് കേബിളിന് സ്ട്രെങ്ത് നൽകുന്നു, ഫ്ലെക്സിബിലിറ്റി നൽകുന്നു. ഏറ്റവും പ്രധാനം, എൻക്ലോഷറിലേക്ക് കയറ്റി കേബിൾ ടൈറ്റ് ചെയ്യുമ്പോൾ നല്ല ഫേമായിട്ട് ഇരിക്കാൻ സെൻട്രൽ സ്ട്രെങ്ത് മെമ്പർ സഹായിക്കും. അപ്പോൾ ഇത്രയുമാണ് ഒരു ജനറൽ ഫൈബർ ഒപ്റ്റിക് കേബിളിൻ്റെ സ്ട്രക്ചറിൽ പെടുന്ന പ്രധാന കാര്യങ്ങൾ. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ലൈറ്റ് മുന്നോട്ട് ട്രാവൽ ചെയ്യാനും അതുവഴി ഡാറ്റ ട്രാൻസ്ഫർ നടക്കാനും എല്ലാം സാധിക്കുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന അടിസ്ഥാന തത്വം ഇവിടെ പാലിക്കപ്പെടുന്നത് കൊണ്ടാണ്. സോഴ്സ് പോയിന്റിൽ വെച്ച് കേബിളിലേക്ക് കടക്കുന്ന ലൈറ്റ്, കേബിളിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്ന ലൈറ്റ് ഒട്ടും തന്നെ ലോസ് ഇല്ലാതെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിച്ചേരുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴിയാണ്. ഇവിടെ രണ്ട് എസെൻഷ്യൽ കണ്ടീഷൻ പറയുന്നുണ്ട്. ഒന്ന്, ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന മീഡിയത്തിൽ തന്നെ ഡെൻസർ മീഡിയവും റെയറർ മീഡിയവും വേണം. ഡിഫറെൻറ്റ് ഡെൻസിറ്റി ഉള്ള രണ്ട് മീഡിയം ഉള്ളപ്പോഴാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്. ഇതാണ് കോറും ക്ലാഡിങ്ങും ചെയ്യുന്നത്. കോർ ഈസ് ദ ഡെൻസർ മീഡിയം ആൻഡ് ക്ലാഡിംഗ് ഡെൻസിറ്റി കുറഞ്ഞ റെയറർ മീഡിയവും. രണ്ട്, ലൈറ്റ് കോർ ക്ലാഡിംഗ് ബൗണ്ടറിയിൽ വന്ന് പതിക്കുന്നത് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ ഗ്രേറ്റർ ആംഗിളിലായിരിക്കണം. ഇൻസിഡൻ്റ് ആംഗിൾ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിറ്റിക്കൽ ആംഗിൾ. ഇങ്ങനെ മൾട്ടിപ്പിൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴിയാണ് ലൈറ്റ് ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ സോഴ്സിൽ നിന്നും റിസീവറിലേക്ക് എത്തിച്ചേരുന്നത്. ഓരോ പാർട്ടിൻ്റെയും ഡൈമെൻഷൻസാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സിംഗിൾ മോഡ് ഫൈബർ നിങ്ങൾക്കറിയാം, ഇതിൽ ലൈറ്റിന് ഒരു സഞ്ചാരപഥം മാത്രമേ ഉള്ളൂ. ഇവിടെ ലൈറ്റ് പോകുന്ന കോറിൻ്റെ ഡയാമീറ്റർ 8 അല്ലെങ്കിൽ 9 മൈക്രോമീറ്റർ ആയിരിക്കും. കോർ പ്ലസ് ക്ലാഡിംഗ് ഇത് ചേർന്ന ബെയർ ഫൈബറിൻ്റെ ഡയാമീറ്റർ 125 മൈക്രോമീറ്റർ. ഇനി കോട്ടിംഗ് ചേർന്ന് വരുമ്പോൾ ടോട്ടൽ ഡയാമീറ്റർ 250 മൈക്രോമീറ്റർ. ജാക്കറ്റിൻ്റെ ഔട്ടർ ഡയാമീറ്റർ വരുന്നത് 400 μm, 400 മൈക്രോമീറ്റർ. ഇതൊക്കെയാണ് സിംഗിൾ മോഡ് ഫൈബറിൻ്റെ ഡയമെൻഷൻ. ഇനി മൾട്ടിമോഡ് ഫൈബറിൻ്റെ കോർ കുറച്ചുകൂടി വലുതാണ്. മൾട്ടിമോഡിലൂടെ ഡിഫറെൻറ്റ് ലൈറ്റ് റേസ് ഒരേ സമയം കടന്നു പോകുന്നത് കൊണ്ട് അവിടെ കോർ കുറച്ചുകൂടി വലിയ ഡയാമീറ്ററാണ്. 8 മൈക്രോമീറ്ററിന് പകരം 50 മൈക്രോമീറ്റർ ഓർ 62.5 മൈക്രോമീറ്റർ ആയിരിക്കും മൾട്ടിമോഡ് ഫൈബറിൻ്റെ കോർ ഡയമെൻഷൻ. സിംഗിൾ മോഡ് ഫൈബർ 8/125 മൈക്രോമീറ്റർ എന്ന് പറയുന്നുണ്ട്. ദറ്റ് മീൻസ് 8 μm core diameter and 125 micrometer is cladding diameter. അതുപോലെ മൾട്ടിമോഡ് ഫൈബറിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് 62.5/125 micrometer. That means core size is 62.5 and cladding size is 125 micrometer. 1 micrometer is 10⁻⁻6 meter. 1/10⁻6 of a meter ആണ് ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. Core is the innermost part at the center of the fiber. കോറിലൂടെ മാത്രമാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എൻ ഒപ്റ്റിക്കലി ട്രാൻസ്പെറൻറ്റ് ഡൈലക്ട്രിക് മീഡിയം.
cladding is the same optical material surrounding the core but having refractive index lower than the core. ഇങ്ങനെ ഒരു കോർ ക്ലാഡിംഗ് ബൗണ്ടറി ഉള്ളതുകൊണ്ട് മാത്രമാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നതും ലൈറ്റ് ഒട്ടും പുറത്തേക്ക് ലീക്ക് ചെയ്യാതെ കൃത്യമായി കോറിനുള്ളിലൂടെ മാത്രം ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നതും. കോട്ടിംഗ് ഈസ് എ പ്ലാസ്റ്റിക് കവറിംഗ് മെയ്ഡ് ഓഫ് സിലിക്കൺ റബ്ബർ. The total diameter of core, cladding and coating together it is 250 micrometer. Surrounding the buffer coating there is a layer of strengthening fibers. Kevlar or aramid yarns are used here. They increase the tensile strength of the cable. കേബിളിനെ സ്ട്രെച്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇൻസ്റ്റലേഷന് വേണ്ടി പുള്ള് ചെയ്യുമ്പോഴെല്ലാം ഫൈബറിലേക്ക് അധികം സ്ട്രെയിൻ വരാതെ സംരക്ഷിക്കുന്നതാണ് സ്ട്രെങ്തനിങ് ഫൈബേഴ്സ്, സ്ട്രെങ്തനിങ് മെമ്പേഴ്സ്. ഫൈനലി ഔട്ടർ ജാക്കറ്റ് വിച്ച് ഈസ് മെയ്ഡ് ഓഫ് PVC prevent water and other external factors coming into contact with the fiber. So this is the general construction structure. Explain the structure of optical fiber എന്നത് മിക്ക എക്സാമിനേഷനും ചോദിക്കുന്ന വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരു ഫൈബർ കേബിൾ വരച്ച് അതിൻ്റെ പാർട്സ് അടയാളപ്പെടുത്തി ഓരോ പാർട്സിൻ്റെയും ഫങ്ഷൻസ് എഴുതാം. ഓരോ പാർട്സിനെയും വേർതിരിച്ച് കാണിക്കാൻ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളർ പെൻസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഡൈമെൻഷൻസും കൃത്യമായി എഴുതി വയ്ക്കാം. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൈബറിനെ കുറിച്ച് പറയാം. പ്രധാനമായും ഗ്ലാസ് ഫൈബർ, പ്ലാസ്റ്റിക് ഫൈബർ ഇതൊക്കെയാണുള്ളത്. ഇതിലാദ്യം കാണിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കോർ വിത്ത് പ്ലാസ്റ്റിക് ക്ലാഡിംഗ്. ടോട്ടലി പ്ലാസ്റ്റിക് ഫൈബറാണ്. കോറും ക്ലാഡിങ്ങും പ്ലാസ്റ്റിക് കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നു. ഇതിൻ്റെ പ്രത്യേകത ഇതാണ്, മോസ്റ്റ് ഇൻഎക്സ്പെൻസീവ്, ഏറ്റവും ചിലവ് കുറഞ്ഞത്, ഈസി ടു ഇൻസ്റ്റോൾ ആണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി ഷോർട്ട് ഡിസ്റ്റൻസ് യൂസാണ് ഇത്തരം ഫൈബേഴ്സ് ഉപയോഗത്തിൽ വരുന്നത്. പ്ലാസ്റ്റിക് ഒപ്റ്റിക്കൽ ഫൈബർ POF എന്ന് വിളിക്കുന്നു. ഇവിടെ പ്ലാസ്റ്റിക്കിൽ തന്നെ ഹൈ പെർഫോമൻസ് കിട്ടുന്ന ആക്രിലിക്, ഫ്ലൂറിനേറ്റഡ് പോളിമേഴ്സ് ഒക്കെയാണ് പ്ലാസ്റ്റിക് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടി നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കായ ആക്രിലിക് അല്ലെങ്കിൽ ഫ്ലൂറിനേറ്റഡ് പോളിമേഴ്സ് ക്ലാഡിങ്ങിന് വേണ്ടിയിട്ടും നമ്മളിവിടെ ഉപയോഗിക്കുന്നു. പ്ലാസ്റ്റിക് ഫൈബറിൻ്റെ അഡ്വാൻറ്റേജസ് പറയാം. മോർ ഫ്ലെക്സിബിൾ ആൻഡ് സോളിഡ്, അതുപോലെ ഏബിൾ ടു ബെൻഡ് വിത്തൗട്ട് ബ്രേക്കേജ്. ആൻഡ് മെറ്റീരിയൽസ്, പ്ലാസ്റ്റിക് മെറ്റീരിയൽ ലോ കോസ്റ്റ് ആണ്. ഇൻസ്റ്റലേഷൻ അസംബ്ലീസ് ആർ ഇൻഎക്സ്പെൻസീവ്. അനദർ അഡ്വാൻറ്റേജ് ഈസ് the light used in a plastic fiber is harmless, so it can be safely installed inside a house, and the networking can be done by an untrained person. ഗ്ലാസ് ഫൈബറുകളെ പോലെ അത്രയും ടെക്നീഷ്യൻസ് ആവശ്യമില്ല. ഈവൻ an untrained person can deal with this plastic optical fibers. ഇനി ഡിസഡ്വാൻറ്റേജസ്. ഇവിടെ സിഗ്നൽ ലോസ് കൂടുതലാണ്. അറ്റന്വേഷൻ വഴിയും ഡിസ്പെർഷൻ വഴിയും ലൈറ്റിൻ്റെ സ്ട്രെങ്ത് കുറയുന്നത് പ്ലാസ്റ്റിക് ഫൈബറിൽ വളരെ കൂടുതലാണ്. അതിനാൽ ഇത് ഷോർട്ട് ഡിസ്റ്റൻസ് ആപ്ലിക്കേഷന് മാത്രം ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ എക്സ്ട്രീം ടെമ്പറേച്ചർ, കൂടുതൽ ചൂട് അല്ലെങ്കിൽ -ഡിഗ്രി തണുപ്പ് തുടങ്ങിയ മേഖലകളിൽ ഇതിൻ്റെ പെർഫോമൻസിന് വ്യത്യാസം വരും. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്ലാസ്റ്റിക് ഫൈബേഴ്സ്. അടുത്തത് ഒരു ഹൈബ്രിഡ് ടൈപ്പാണ്. അതായത് ഗ്ലാസ് ഫൈബറിനും പ്ലാസ്റ്റിക് ഫൈബറിനും ഇടയ്ക്കുള്ള ഒരു ഹൈബ്രിഡ് ടൈപ്പാണ് ഗ്ലാസ് കോർ വിത്ത് പ്ലാസ്റ്റിക് ക്ലാഡിംഗ്, PCS ഫൈബർ. ഇതിന് ഗ്രേറ്റർ കോർ സൈസാണ്, അതുപോലെ ലെസ് എഫക്റ്റഡ് ബൈ റേഡിയേഷനാണ്. അതുകൊണ്ട് സ്യൂട്ടബിൾ ഫോർ ഇൻഡസ്ട്രിയൽ, മെഡിക്കൽ ആപ്ലിക്കേഷൻസ്, മിലിറ്ററി ആപ്ലിക്കേഷൻസിനെല്ലാം ഇത് ഉപയോഗിക്കാറുണ്ട്.
It is plastic clad silica fiber, PCS fiber. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക് പ്യുവർ പ്ലാസ്റ്റിക് ഫൈബറിനേക്കാൾ പുവറാണ്, അതായത് മോശം പെർഫോമൻസ് ആണ്. ഹയർ ലോസ് ആൻഡ് ലോവർ ബാൻഡ് വിഡ്ത്ത്, ഇതൊക്കെയാണ് മെയിൻ ഡിസഡ്വാൻറ്റേജസ്. എങ്കിൽ പോലും ലെസ് എഫക്റ്റഡ് ബൈ റേഡിയേഷൻ ആയതിനാൽ ഇത് മെഡിക്കൽ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഗ്രേറ്റർ കോർ സൈസ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഗ്ലാസ് കോർ വിത്ത് ഗ്ലാസ് ക്ലാഡിംഗ്, ഇതിനാണ് ഏറ്റവും കുറവ് സിഗ്നൽ ലോസ് സംഭവിക്കുന്നത്. ലോസ് ഇല്ലാതെ നല്ല രീതിയിൽ സിഗ്നൽ കിട്ടുന്നത് ഗ്ലാസ് ഫൈബറുകൾ തന്നെയാണ്. ഹൈ ടെമ്പറേച്ചറും അതുപോലെ കൂടുതൽ മെക്കാനിക്കൽ സ്ട്രെസ്സ്, കെമിക്കൽ സബ്സ്റ്റൻസ് വരുന്ന ഏരിയ, ഇവിടെയെല്ലാം നമുക്ക് ഗ്ലാസ് ഫൈബേഴ്സ് ഉപയോഗിക്കാം. സോ ദേ ആർ മോർ ഫ്ലെക്സിബിൾ ആൻഡ് മോർ റെസിസ്റ്റൻറ്റ് ടു accidental breakage. Advantages: glass fiber can be used in high temperature application, also in low temperature areas, and glass core, they are more efficient in transmitting light. The data transfer speed is high. It can be used over long distances, and the glass fiber cables, they are thin and they are more lightweight. Disadvantages of glass fiber: ഇവിടെ കോർ ഡയമീറ്റർ ചെറുതായതിനാൽ ലൈറ്റിനെ കോർ റീജിയനിലേക്ക് കപ്പിൾ ചെയ്യാൻ ഹയർ ടെക്നോളജി എക്യുപ്മെൻറ്റ്സ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഫൈബർ ടെർമിനേഷൻ എക്യുപ്മെൻറ്റ്സും എക്സ്പെൻസീവ് ആണ്, ചിലവേറിയതാണ്. കൂടുതൽ ട്രെയിൻഡ് ടെക്നീഷ്യൻസാണ് ഗ്ലാസ് ഫൈബർ കൈകാര്യം ചെയ്യുന്നത്. ഗ്ലാസ് ഫൈബേഴ്സ് ആർ ഫ്രജൈൽ. ദേ ആർ മോർ പോസിബിൾ ടു ബ്രേക്ക് ഇഫ് ദേ ആർ നോട്ട് ഹാൻഡിൽഡ് പ്രോപ്പർലി. സോ ദിസ് ഈസ് ദ കമ്പാരിസൺ ബിറ്റ്വീൻ ഗ്ലാസ് ഫൈബർ ആൻഡ് പ്ലാസ്റ്റിക് ഫൈബർ. ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ആണെങ്കിൽ ഗ്ലാസ് ഫൈബർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ലോസ് കുറവായതിനാൽ നമ്മൾ ലോങ് ഡിസ്റ്റൻസിലേക്ക് ഗ്ലാസ് ഫൈബർ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ പ്ലാസ്റ്റിക് ഫൈബേഴ്സിന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈസി ടു ഇൻസ്റ്റാൾ, ലെസ് എക്സ്പെൻസീവ്, മോർ ഫ്ലെക്സിബിൾ. ഇതൊക്കെ കൊണ്ട് ഷോർട്ട് ഡിസ്റ്റൻസിന് പ്ലാസ്റ്റിക് ഫൈബേഴ്സും ഉപയോഗിച്ച് കാണാറുണ്ട്. ഇൻ കേബിൾ കൺസ്ട്രക്ഷൻ, 2 types of buffering styles are there: loose tube cable and tight buffer cable. In a tight tube buffer cable, the buffer layer is applied directly over fiber coating. ഫൈബറിലേക്ക്, ഒരു ബെയർ ഫൈബറിലേക്ക് അതിൻ്റെ കോട്ടിങ്ങിന് ശേഷം നമ്മളൊരു അഡീഷണൽ ബഫർ ലെയർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽഡായി അടുത്ത സ്ലൈഡിൽ കാണാം. ഇൻ എ ലൂസ് ട്യൂബ് കേബിൾ, the bare fibers are placed inside the loose tube which are filled with gel. അപ്പോൾ ഈ ചിത്രം കാണുമ്പോൾ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ എവിഡൻ്റായി നമുക്ക് മനസ്സിലാകും. ടൈറ്റ് ട്യൂബ് കേബിളിൽ ജെല്ലില്ല, കോട്ടിങ്ങിന് പുറത്ത് ബഫർ ലെയറാണുള്ളത്. അതേസമയം ഒരു ലൂസ് ട്യൂബ് കേബിളിൽ ലൂസ് ട്യൂബ് ജെല്ല് ഫില്ല് ചെയ്ത് ലൂസ് ട്യൂബിനകത്താണ് ഫൈബർ വെച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ പഠിക്കുന്നത് ലൂസ് ട്യൂബ് കേബിൾ. ഇവിടെ കോട്ടിങ്ങോടുകൂടി ഉള്ള 250 മൈക്രോമീറ്റർ ബെയർ ഫൈബേഴ്സിനെ സെമി റിജിഡായ ലൂസ് ട്യൂബിനകത്തേക്ക് പ്ലേസ് ചെയ്യുന്നു. ഒന്നിൽ കൂടുതൽ ലൂസ് ട്യൂബ് കാണും. ലൂസ് ട്യൂബിനകത്ത് 250 മൈക്രോമീറ്റർ ഫൈബേഴ്സ് പ്ലേസ് ചെയ്യുന്നു. ആൻഡ് ഓൾ ദീസ് ലൂസ് ട്യൂബ്സ് ആർ ഫിൽഡ് വിത്ത് മോയ്സ്ചർ ബ്ലോക്കിംഗ് ജെൽ. വെള്ളം അകത്തേക്ക് വരുന്നത് ബ്ലോക്ക് ചെയ്യാനും ഫൈബറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുമുള്ളതാണ് ജെൽ. ഈ ലൂസ് ട്യൂബിനകത്ത് നമ്മൾ ഈ ജെൽ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ സ്റ്റൈലിൽ സെൻട്രൽ സ്ട്രെങ്ത് മെമ്പറിന് ചുറ്റുമായി ലൂസ് ട്യൂബ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ ലൂസ് ട്യൂബ് സ്ട്രക്ചറിൽ
ഫൈബറിന് ലൂസ് ട്യൂബുമായി ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നില്ല. അതിനാൽ തന്നെ കേബിളുകൾ സ്ട്രെച്ച് ചെയ്യുമ്പോഴോ കോൺട്രാക്റ്റ് ചെയ്യുമ്പോഴോ ഫൈബറിലേക്ക് സ്ട്രെയിൻ വരുന്നത് വളരെ കുറവാണ്. സോ കണ്ടിന്യൂസ് മെക്കാനിക്കൽ സ്ട്രെസ് വരുന്ന ഔട്ട്ഡോർ ആപ്ലിക്കേഷൻസിൽ ലൂസ് ട്യൂബാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഹൈ ലെവൽ ഓഫ് ഐസൊലേഷൻ ഫ്രം എക്സ്റ്റേണൽ ഫോഴ്സസ്, ലോ കേബിൾ അറ്റന്യൂഷൻ ഫ്രം മൈക്രോ ബെൻഡിങ്, ഇതെല്ലാം ഈ ലൂസ് ട്യൂബ് സ്ട്രക്ചറിൻ്റെ ബെനഫിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാം. ഔട്ട്ഡോർ കേബിളിന് കൂടുതൽ ഉപയോഗിക്കുന്നത് ലൂസ് ട്യൂബ് ബഫറിംഗ് സ്ട്രക്ചറാണ്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് മോയ്സ്ചർ റെസിസ്റ്റൻസ്, അബ്രേഷൻ റെസിസ്റ്റൻസ് ആൻഡ് സ്റ്റേബിൾ പെർഫോമൻസ് ഓവർ വൈഡ് ടെമ്പറേച്ചർ റേഞ്ച്. ഹൈ ടെമ്പറേച്ചർ റീജിയൻസ്, അതുപോലെ ലോ ടെമ്പറേച്ചർ ഏരിയാസ്, ഈ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ലൂസ് ട്യൂബ് കേബിളുകൾ നന്നായി ഉപയോഗിക്കാൻ സാധിക്കും. ടൈറ്റ് ബഫർ കേബിൾ. ഈ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷനിൽ ഫൈബേഴ്സ് ആർ ഗിവൺ എ 2-layer coating, normal plastic coating and second one waterproof acrylate coating. അപ്പോൾ നമ്മളുടെ നോർമൽ 250 മൈക്രോമീറ്റർ പ്ലാസ്റ്റിക് കോട്ടിങ്ങിന് മുകളിലായിട്ട് നമ്മൾ ഒരു സെക്കൻഡ് ബഫർ കോട്ടിംഗ് കൂടി അപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോൾ ദ ടോട്ടൽ സൈസ് ഓഫ് ദ ഫൈബർ ഈസ് നൗ 900 മൈക്രോമീറ്റർ. 250 മൈക്രോമീറ്ററിന് പകരം ടൈറ്റ് ബഫർ കേബിളിലെ ഫൈബേഴ്സിൻ്റെ സൈസ് 900 മൈക്രോമീറ്റർ ആയിരിക്കും. ഈ കൺസ്ട്രക്ഷൻ സ്റ്റൈലിനെയാണ് ടൈറ്റ് ബഫർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. മറ്റ് സ്ട്രക്ചറെല്ലാം ലൂസ് ട്യൂബ് കേബിളിനെ പോലെ തന്നെയാണ്. സെൻട്രൽ സ്ട്രെങ്ത് മെമ്പറിന് ചുറ്റുമായി നമ്മൾ ഈ ബഫേർഡ് ഫൈബേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടാകും. 900 മൈക്രോമീറ്റർ സൈസുള്ള ടൈറ്റ് ബഫേർഡ് ഫൈബേഴ്സ് സെൻട്രൽ സ്ട്രെങ്ത് മെമ്പറിന് ചുറ്റുമായി അറേഞ്ച് ചെയ്യുന്നു. Ripcord is there for easy removal of outer jacket. Aramidian or Kevlar fibers are present and the outer PVC jacket. അപ്പോൾ ഇതെല്ലാം സെയിം ആണ്. അതിൻ്റെ ഇൻറ്റേർണൽ കൺസ്ട്രക്ഷനിലാണ് ഡിഫറൻസ് വരുന്നത്. ടൈറ്റ് ബഫർ കേബിളിൻ്റെ അഡ്വാൻറ്റേജസ്. ദ മെയിൻ പോയിൻറ്റ്, ഈ മെസ്സി ജെൽ ഒഴിവാക്കുന്നത് കൊണ്ട് അത് ക്ലീൻ ചെയ്യേണ്ട തലവേദന ഇവിടെയില്ല. സോ ഈസി ടു ഇൻസ്റ്റാൾ. രണ്ടാമത്തെ പോയിൻ്റ്, ഡയറക്റ്റ് കണക്റ്റബിലിറ്റി. വി ക്യാൻ ക്രിംപ് ദ കണക്റ്റർ SC or LC or ST connector directly to each fiber. മൾട്ടിപ്പിൾ ബെൻഡ് വരുന്ന റീജിയനിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിളായി ഇത്തരം ഫൈബേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. ടൈറ്റ് ബഫേർഡ് കേബിൾസ് മെയിൻലി ഇൻഡോർ ആപ്ലിക്കേഷനാണ് സ്യൂട്ടബിൾ ആകുന്നത്. ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ഫോർ മോഡറേറ്റ് ലെങ്ത് LAN WAN കണക്ഷൻ ഓർ അണ്ടർ വാട്ടർ ആപ്ലിക്കേഷൻ. ഈ ചിത്രം നോക്കി നമുക്ക് സ്ട്രക്ചർ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാം. 12 ഫൈബർ ലൂസ് ട്യൂബ് കേബിളും 12 ഫൈബർ ടൈറ്റ് ബഫേർഡ് കേബിളും ഉണ്ട്. ഔട്ടർ ജാക്കറ്റ്, കെവലാർ സ്ട്രെങ്ത് മെമ്പർ, ഇതെല്ലാം 2 ടൈപ്പിലും ഉണ്ടാകും. ഒന്നിൽ ജെൽ ഫില്ല് ചെയ്ത ലൂസ് ട്യൂബിനകത്ത് ഫൈബർ പ്ലേസ് ചെയ്യുന്നു. ടൈറ്റ് ബഫർ സ്ട്രക്ചറിൽ ഒപ്റ്റിക്കൽ ഫൈബറിന് ഒരു ബഫർ കോട്ടിംഗ് അപ്ലൈ ചെയ്യുന്നു. ഇൻഡോർ കേബിൾസ് മെയിൻലി ഇലക്ട്രിക്കൽ ഡിവൈസിലേക്ക് കണക്ഷൻ പോകുന്ന പിക്ടെയിൽ, പാച്ച് കോഡൊക്കെ ടൈറ്റ് ബഫേർഡ് ഫൈബേഴ്സാണ്. 250 മൈക്രോമീറ്ററിന് പകരം 900 മൈക്രോമീറ്റർ ആണ് ടൈറ്റ് ബഫേർഡ് ഫൈബേഴ്സിൻ്റെ സൈസ്. ടൈറ്റ് ബഫർ കേബിളിൽ വാട്ടർ പ്രൊട്ടക്ഷൻ നടക്കുന്നത് 3 സ്റ്റേജായാണ്. 1 ഔട്ടർ ജാക്കറ്റ്, 2 സബ് കേബിൾ ജാക്കറ്റ്, 3 900 മൈക്രോമീറ്റർ ടൈറ്റ് ബഫർ. ലൂസ് ട്യൂബ് കേബിളിൽ ജെൽ ഫില്ല് ചെയ്ത ലൂസ് ട്യൂബ്സ് ഉപയോഗിച്ചാണ് വാട്ടറിനെയും മോയ്സ്ചർ കണ്ടൻറ്റിനെയും ബ്ലോക്ക് ചെയ്യുന്നത്. ഇനി 1-2 സ്പെഷ്യൽ കൺസ്ട്രക്ഷൻ
ഉള്ള കേബിൾസ് നോക്കാം. ഒന്ന് റിബൺ ഫൈബർ കേബിൾ. ഇവിടെ ഫൈബേഴ്സ് പാരലലായി അറേഞ്ച് ചെയ്ത് ഒരു ഫ്ലാറ്റ് സ്ട്രിപ്പ് പോലെ ആക്കുന്നു. ഇതുവരെ പഠിച്ച കേബിളിൽ എല്ലാം സെൻട്രൽ സ്ട്രെങ്ത് മെമ്പറിന് ചുറ്റുമായാണ് ഫൈബേഴ്സ് അറേഞ്ച് ചെയ്യുന്നത്. ഇവിടെ ഫ്ലാറ്റ് റിബൺ പോലെയാണ് സ്ട്രക്ചർ വരുന്നത്. 4 ഫൈബർ റിബൺ കേബിൾ, 8 ഫൈബർ റിബൺ കേബിൾ, 12 ഫൈബർ റിബൺ കേബിൾ ഇങ്ങനെയൊക്കെയുണ്ട്. ഒരു സ്പെഷ്യൽ വാട്ടർ ടൈറ്റ് ടേപ്പ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇവയെ ഹോൾഡ് ചെയ്ത് നമ്മൾ സ്ട്രോങ് ആയിട്ട് ടൈറ്റായിട്ട് നിർത്തുന്നത്. അഡ്വാൻറ്റേജസ്: കൂടുതൽ പാക്കിംഗ് ഡെൻസിറ്റി കിട്ടും. ഒരു മാസ് ഫ്യൂഷൻ സ്പ്ലൈസർ ഉപയോഗിച്ചാൽ ഈ 12 ഫൈബറുകളും ഒരുമിച്ച് സ്പ്ലൈസ് ചെയ്യാം. സമയം ലാഭിക്കാനും കോസ്റ്റ് ലാഭിക്കാനും ഇത് സഹായിക്കും. സ്പ്ലൈസിംഗ് ജോയിൻ്റ് സൂക്ഷിക്കാനുള്ള സ്പേസ് ക്ലോഷറിൽ ലാഭിക്കാൻ പറ്റും. സോ ദീസ് ആർ സം അഡ്വാൻറ്റേജസ് ഓഫ് റിബൺ സ്ട്രക്ചർ. ഇനി അടുത്ത സ്പെഷ്യൽ കൺസ്ട്രക്ഷൻ കേബിളാണ് ആർമേർഡ് കേബിൾ. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് മോർ സ്ട്രെങ്തൻഡ് കേബിൾ. ഒരു സ്റ്റാൻഡേർഡ് ഒപ്റ്റിക്കൽ കേബിളിനേക്കാൾ കൂടുതൽ സ്ട്രോങ്ങർ ആണ് ആർമേർഡ് കേബിൾ. ഒരു അഡീഷണൽ പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്. ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. കൂടുതലും മെറ്റൽ ലെയറാണ് ആർമറായി നമ്മൾ ഉപയോഗിക്കുന്നത്. അലൂമിനിയം ഓർ സ്റ്റീൽ ഉപയോഗിക്കും. ഇനി മെറ്റൽ തന്നെ ആകണമെന്നില്ല. ഫൈബർ യാൺ, ഗ്ലാസ് യാൺ, പോളിയെത്തിലീൻ എല്ലാം ആർമറായി ഉപയോഗിക്കും. സോ ദർ ഈസ് എ ആർമർ ലെയർ സറൗണ്ടിങ് ദ സ്ട്രക്ചർ ഓഫ് ദ കേബിൾ. ആർമേർഡ് കേബിൾസിൻ്റെ അഡ്വാൻറ്റേജസ് ഒന്ന് നോക്കാം. മെക്കാനിക്കൽ ഡാമേജ് വരാൻ സാധ്യതയുള്ള ഏരിയകളിൽ ഇത്തരം കേബിളുകൾ ഉപയോഗിക്കാം. എക്സ്ട്രാ കോൺഡ്യൂട്ട് ആവശ്യം ഇല്ല. അതുപോലെ ഇലക്ട്രിക്കൽ കണ്ടിന്യൂറ്റി ടു ഗ്രൗണ്ട്, അതും ഇവിടെ ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ലഭിക്കുന്നുണ്ട്. ദി ആർമർ പ്രൊട്ടക്റ്റ് ദ കേബിൾ ഫ്രം ഡാമേജ് ബൈ ചൂയിങ് ഓഫ് അനിമൽസ് ഓർ ഷവലിംഗ് ഇൻ ഡയറക്റ്റ് ബെറി ആപ്ലിക്കേഷൻസ്. അനിമൽസ് കടിച്ച് ഉണ്ടാകുന്ന ഡാമേജ്, ഷവലിംഗ് വഴി ഉണ്ടാകുന്ന ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ഷനുണ്ട്. ഇറ്റ് പ്രൊവൈഡ് അനദർ ലെയർ ഓഫ് RF പ്രൊട്ടക്ഷൻ. ഈ ആർമർ ഒരു RF പ്രൊട്ടക്ഷൻ കവർ തരുന്നുണ്ട്. സോ ദ ആർമേർഡ് കേബിൾസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ RF എൻവയോൺമെൻറ്റ്. ദീസ് ആർ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ആർമേർഡ് കേബിൾസ്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കേബിളിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ പഠിച്ചത്. ഒരു ജനറൽ സിംഗിൾ ഫൈബർ കേബിൾ, മൾട്ടി ഫൈബർ കേബിൾ, ദെൻ ഡിഫറെൻറ്റ് ബഫറിംഗ് സ്റ്റൈൽസ്, ടൈറ്റ് ബഫർ ആൻഡ് ലൂസ് ബഫർ, സ്പെഷ്യൽ കൺസ്ട്രക്ഷൻ കേബിൾസ് ലൈക്ക് ആർമേർഡ് കേബിൾ ആൻഡ് റിബൺ കേബിൾ, കമ്പാരിസൺ ബിറ്റ്വീൻ എ ഗ്ലാസ് ആൻഡ് പ്ലാസ്റ്റിക് ഫൈബർ കേബിൾ. ഇതെല്ലാമാണ് ഇതുവരെ നമ്മൾ കവർ ചെയ്ത ടോപ്പിക്സ്.